പേര് മുരളി. എൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തൃത്താല വിക്കേക്കടവ് റോഡുമേ കണ്ണന്നൂർ പറഞ്ഞ സ്ഥലത്താണ്. അത് പട്ടാമ്പിന്ന് കഷ്ടി ഒരു 2.5 കിലോമീറ്റർ വന്ന നമ്മുടെ സ്ഥാപനം എത്തി. സ്ഥാപനത്തിന്റെ പേര് അമൃത എഞ്ചിനീയറിംഗ് ആൻഡ് ഹാർഡ്വെയർസ്. ഈ മേഖലയ്ക്ക് വന്നിട്ട് മേഖലയ്ക്ക് വന്നത് കഷ്ടി ഒരു 30 വർഷമായിട്ടുണ്ടാവും. 30-35 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇൻഡസ്ട്രിയിൽ പറഞ്ഞാൽ ഞാൻ വർക്ക്ഷോപ്പ് മേഖലയിലാണ് തുടങ്ങിയത്. സ്കൂൾ ജീവിതം അവസാനിച്ചപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ പണി പഠിക്കാൻ പോയതാണ്. അവിടുന്ന് വണ്ടികളുടെ പേച്ച് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയത്. പേച്ച് വർക്ക് ചെയ്ത് അവസാനമാകുമ്പോൾ ഗേറ്റ്, ഗ്രില്ല്, ഡ്രസ് വർക്ക്, പൈപ്പ് പെയിന്റിങ് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ചെയ്യാൻ തുടങ്ങി. ഈ ഗേറ്റ്, ഗ്രില്ല്, ഡ്രസ് വർക്ക്, പോളികാർബണിന്റെ വർക്കുകൾ, അതുപോലെ പൈപ്പ് പെയിന്റിങ്, ഈ സ്റ്റേജ് ഡെക്കറേഷന്റെ ബാക്കിലത്തെ ഡെക്കറേഷൻ ചെയ്യാനുള്ള പൈപ്പുകൾ കംപ്ലീറ്റ് വളച്ച് നല്ല മോഡലാക്കിയിട്ട് കൊടുക്കാറുണ്ട് ഞാൻ. ഈ ബെൻഡിങ്ങിലേക്ക് വരുമ്പോ സ്ക്വയറും ട്യൂബും രണ്ടും ബെൻഡ് ചെയ്യുന്നുണ്ട്. സ്ക്വയർ പൈപ്പും ബെൻഡ് ചെയ്യാം, റൗണ്ട് പൈപ്പും ബെൻഡ് ചെയ്യാം. എത്ര സൈസ് വരെ ബെൻഡ് ചെയ്യാൻ പറ്റും? 2.5 വരെ 3 റൗണ്ട് വരെ ബെൻഡ് ചെയ്യാൻ പറ്റും. അത് സാധ്യ വർക്കിന് മാത്രമാണ്, പുറത്തുള്ള ആൾക്കാരെ അല്ല, പുറത്തുള്ള ആൾക്കാർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. എന്റെ വർക്കിന്റെയും ചെയ്യും, പുറത്തുള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പുതിയ വീടിന്റെ ഇരുമ്പിന്റെ വർക്ക് പറഞ്ഞാൽ അതിന്റെ ഡ്രസ് വർക്ക്, ഓട്, സീലിംഗ് ഓട്, ഗേറ്റ്, ഗ്രില്ല് അങ്ങനെയുള്ള വർക്കുകൾ വരും. പിന്നെ പോളികാർബണിന്റെ വർക്കുകൾ വരും. പിന്നെ വാട്ടർ ടാങ്കിന്റെ വർക്ക് വരും. തൃത്താല ഉണ്ടാവാറുണ്ട്. പട്ടാമ്പി, മേലപട്ടാമ്പി ഒക്കെയാണ് കൂടുതൽ വർക്ക് എനിക്കുള്ളത്. പിന്നെ കൂട്ടുപാത ഏരിയയിൽ ഉണ്ടാവാറുണ്ട്. ഞാങ്ങാട്ടിയിൽ ഉണ്ടാവാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ആദ്യം എന്റെ കട തുടങ്ങുമ്പോൾ 10-17 പേരുണ്ടായിരുന്നതാണ്. ഇപ്പൊ ഓരോരുത്തരായിട്ട് സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പൊ 4-5 ആൾക്കാർ സ്ഥിരമായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു, ഒരുപാട് മാറ്റം. കാരണം അതിന്റെ ഉദാഹരണമാണ് പൈപ്പ് പെയിന്റിങ്. അതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സാധാരണ ആദ്യം പൈപ്പിൽ മണൽ നിറച്ചിട്ടൊക്കെയാണ് ചട്ടിയിട്ടൊക്കെ വളച്ചായിരുന്നത്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നില്ലേ. വർക്കിന്റെ ഫിനിഷിങ് കൂടി, മിഷനറികൾ കൂടിയപ്പോൾ വർക്കിന്റെ ഫിനിഷിങ് കൂടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ ആദ്യം പൈപ്പിന്റെ ഉള്ളിൽ മണലൊക്കെ നിറച്ചിട്ട് 2 തള്ളി അടച്ചിട്ട് ബെൻഡ് ചെയ്ത് തരുന്ന സാധനമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മിഷനിൽ ഫുള്ളായിട്ട് വളഞ്ഞു വരുന്നില്ലേ. അപ്പൊ അത് അതിൻ്റെതായൊരു വൃത്തിയും ഫിനിഷിങ്ങും വരും. വർക്കുകൾ ഇഷ്ടം പോലെ ഒരുപാട് വർക്കേഴ്സുമാരുണ്ട്, സൈറ്റ് വർക്കുകാരുണ്ട്, സ്ഥാപനം നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവർക്കും വർക്ക് ഇഷ്ടം പോലെയാണ്, നല്ല പണിയുണ്ട്. ഇരുമ്പിന്റെ ഈ വർക്ക് പറഞ്ഞാൽ ഈ ഫീൽഡിൽ വർക്ക് ആർക്കും ഇല്ലായ്മയില്ല, എല്ലാവർക്കും നല്ല വർക്കുണ്ട്. അപ്പോൾ വണ്ടി വർക്കുകളുണ്ട്. സ്ഥാപനമായിട്ട് വന്നിട്ട് അത് പിന്നെ ആദ്യം ഉള്ളതാണല്ലോ. വണ്ടികളുടെ പാച്ച് വർക്ക്, പുതിയ വണ്ടികളുടെ പാച്ച് വർക്ക്, സ്റ്റീൽ വർക്ക്, സ്പ്രേ പെയിന്റിങ്, അപ്പോളിക് പണി, സീറ്റ് വർക്ക്, സോഫ സെറ്റി, ഇതിനൊക്കെ ഞങ്ങൾ വീട്ടുകളിലൊക്കെ പോയിട്ട് സോഫയും സെറ്റൊക്കെ നേരായി കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. വീടിന്റെ ഉള്ളിൽ പോയിട്ട് അളവെടുത്തിട്ട് സോഫ സെറ്റി കംപ്ലീറ്റ് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ വർക്ക് ചെയ്യാറുണ്ട്. അതിന്റെ കമ്പനി ഉണ്ട്, സോഫ സെറ്റിയുടെ കമ്പനി ഉണ്ട്. ഇത് കൂടാതെ വേറെ സ്ഥലത്ത് സോഫ സെറ്റിയുടെ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 4-5 പണിക്കാർ, വണ്ടിക്കാര് അതെ നമ്മുടെ തന്നെ. അവിടെ ന്യൂ സ്റ്റൈൽ അപ്പോളി, കട ന്യൂ സ്റ്റൈൽ അപ്പോളി എന്നാണ്. ഇവിടെ തൊട്ടടുത്തുള്ള കട അത് തന്നെ അതിന്റെ ഭാഗം തന്നെയാണ്. ഒരു സഹോദര സ്ഥാപനം എന്ന് പറയാം. അങ്ങനെ എൻ്റെ വൈഫ്, 2 പെൺകുട്ടികൾ, 1 ആൺകുട്ടി. പിന്നെന്താ, അത് സ്ട്രക്ചർ വർക്കിലേ ബീം വർക്ക് ചെയ്യുമ്പോൾ ഇത് പൈസ കുറഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ബസ്സിന്റെ ചേസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കാറുണ്ട്. ബസ്സിന്റെ ചേസ് അത് ഞാൻ ഇവിടെ എൻ്റെ ബിൽഡിങ്ങിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബിൽഡിങ്ങിൽ എൻ്റെ പകുതി ബസ്സിന്റെ ചേസാണ്. അതിന്റെ പില്ലറുകൾ കംപ്ലീറ്റ് ബസ്സിന്റെ ചേസ്, ബസ്സിന്റെ പ്ലാറ്റ്ഫോം ഇതൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ബിൽഡിങ്ങിന്റെ ഒരു പോർഷൻ ചെയ്തേക്കാം. വണ്ടിയുടെ സ്റ്റീൽ വർക്കുകൾ ചെയ്യാറുണ്ട്, സ്പ്രിങ് കയറ്റാറുണ്ട്, ആപ്പൊക്കെ സ്പ്രിങ് കയറ്റാറുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നിർത്തിട്ടോ ആള് പരിമിത സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വില കൂടിയ കാരണം അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് അപ്പൊ അങ്ങനെ അത് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോ ഇത് മറ്റേ ബൈക്കിന്റെ ചെയിനും സ്പോക്കറ്റാ. ഈ സാധനം ചെയിൻ സ്പോക്കറ്റ് ഇതിങ്ങനെ പലതരത്തിലും പല ഡിസൈനിലും പല വലുപ്പമുള്ള വീലുകൾ ഉപയോഗിച്ചിട്ട് ഗേറ്റ് ഡിസൈൻ ചെയ്യാറുണ്ട് ഞാൻ. ഈ ഗേറ്റിന്റെ ഓരോ പോർഷൻ ഇങ്ങനത്തെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഗേറ്റ് ചെയ്തതിന്റെ ബാലൻസ് പീസാണിത്. അങ്ങനത്തെ ഓരോ മോഡൽ ഗേറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. കുറച്ച് വെറൈറ്റികളൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പരമാവധി വിജയിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കോമ്പറ്റീഷനേ ഉള്ളൂ, നല്ല കോമ്പറ്റീഷൻ. പക്ഷെ എല്ലാവരും നല്ല സൗഹൃദമാണ്, നല്ല സ്നേഹമാണ്. നമുക്ക് അറിയാത്തത് ചോദിക്കാറുണ്ട്, അവർക്കറിയാത്ത എന്നോട് ചോദിക്കാറുണ്ട്, എനിക്കറിയാത്ത അവരോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ഒരേ ഫീൽഡാണെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. നല്ല നല്ല സ്നേഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. വർക്കിന്റെ ഒരുപാട് സംശയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒരാൾ ചെയ്ത വർക്ക് ഞാൻ ഇനി ചെയ്യില്ല എന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല. ഞാൻ പറയാറില്ല.
ആര് വർക്ക് ചെയ്താലും എന്നെ കൊണ്ട് സമയം സന്ദർഭം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഇതന്നെ അങ്ങനെ മുന്നോട്ട് കൊണ്ടോട്ടെ, നമുക്ക് ഇതല്ലേ അറിയുള്ളൂ. നമുക്ക് അറിയാവുന്ന തൊഴിലിൽ തന്നെ നിൽക്കുക എന്നുള്ളതല്ലേ നല്ലത്. ഇനിയിപ്പോ ഈ പ്രായത്ത് നമ്മൾ വേറൊരു തൊഴിൽ മാറ്റി പിടിക്കാനൊന്നും അവസരമില്ല. നമ്മൾ പ്രായപരിധി ആയില്ലേ. അത് അമൃത എഞ്ചിനീയറിംഗ് ആൻഡ് ഹാർഡ്വെയർസ്, ലൊക്കേഷൻ ലൊക്കേഷൻ കണ്ണന്നൂര്.